Hi dears, Assalamualaikum, welcome back. ഇന്ന് നമുക്ക് റവ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഗ്ലാസ് ആയാലും മതി. പിന്നെ ആ സെയിം കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റവയും പഞ്ചസാരയും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് 1 മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 2 മുട്ടയ്ക്ക് പകരമായിട്ട് പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഏലക്കായുടെ സീഡ്സ് 2 ഏലക്കായുടെ സീഡ്സാണ് ഇട്ട് കൊടുത്തത്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് ഉമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന മുട്ട കേക്കിൻ്റെ ആക്കാര ടേസ്റ്റിലായിട്ടാണ് ഇത് കിട്ടിയത്. മുട്ട കുംസ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. ഇതിലേക്കൊരു നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറാണ് 1/2 ടീസ്പൂൺ. അപ്പോൾ ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അതിൽ നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു 3 സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അത് ഓയിലൊക്കെ പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീൽ ബൗൾ തന്നെ ആവണമെന്ന് ഒട്ടും നിർബന്ധമല്ല. നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ബൗളാണോ പക്ഷെ അത് ഒന്നിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കേക്ക് പോലെ ഒരൊറ്റ ബൗളിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതുപോലത്തെ ചെറിയ 3 സ്റ്റീൽ ബൗൾസിലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുക്കുക ഒരു 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, അത് പൊങ്ങി വരും. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തന്നെ. അപ്പോൾ അതിന് 1/4 ഭാഗം അതിലൊഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങളൊരു കേക്ക് ടിന്ന് പോലത്തെ ഇതിലാണ് ഒഴിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടൈം കൂടും കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് മുതൽ മാക്സിമം ഒരു 15 മിനിറ്റേ ആവുള്ളൂ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സ്റ്റീമർ നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ആവും കേട്ടോ. ഇത് ചെറിയ ചെറിയ ബൗൾസ് ആയതുകൊണ്ടാണ് 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആവുന്നത്. എനിക്കിപ്പോൾ ഇത് കുക്കായിട്ട് വരാനായിട്ട് ഒരു 12 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ. 12 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കൊന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് ഇങ്ങനെ കൊടുത്താൽ തന്നെ നമുക്കിത് പെട്ടെന്ന് അതൊന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വല്ലാണ്ട് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്, അപ്പോൾ ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറിയിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ടും അതിൽ നിന്ന് അടർത്തിയെടുക്കാം. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. റവയും പഞ്ചസാരയും അതുപോലെ മുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ആക്കി എടുക്കാം. അതല്ല തീരെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അതിന് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.